ഹായ് കൂട്ടുകാരെ, ഇന്ന് ഒരുപാട് ഗുണങ്ങളുള്ള ഒട്ടകത്തിൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് നമ്മൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചിയും, 2 പച്ചമുളകും, 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചതച്ച് അതിലേക്ക് ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കത് നന്നായി മിക്സാക്കി എടുക്കും. അതിനുശേഷം കുക്കർ അടച്ച് നമുക്കൊരു 7 വിസിൽ വരെ നമുക്കത് വേവിച്ചെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും, 6 അല്ലിയോളം വെളുത്തുള്ളിയും, 2 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളകും എടുത്തിട്ട് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കറി വയ്ക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും, 3 ഗ്രാമ്പു, 1 കഷ്ണം കറുകപ്പട്ടയും, കുറച്ച് വലിയ ജീരകവും, കുറച്ച് കറിവേപ്പിലയും ഇട്ട് അതൊന്ന് മൂക്കുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി അത് ചേർത്തൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് ആ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നല്ലപോലെ അങ്ങോട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുത്ത് അടച്ചു വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ആ മൂടി അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു മണമടിക്കും, എൻ്റെ മോനെ. ഈ സമയം നമുക്കിതിലേക്കൊരു കിഴങ്ങ് വേണമെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ ചെയ്താൽ മതി. അതിനുശേഷം ആ കിഴങ്ങ് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. പിന്നീട് ഒരു പ്ലേറ്റിലേക്ക് നല്ല ചൂട് ചോറിട്ട് അതിലേക്ക് കുറച്ച് കപ്പയും വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒട്ടകത്തിൻ്റെ കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കറി അങ്ങോട്ട് കോരി ചൂടുള്ള ചോറിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കുറച്ചധികം ഗ്രേവിയൊക്കെ എടുത്ത കപ്പയുടെ മുകളിലേക്ക് ഒഴിച്ച് അങ്ങോട്ട് കുഴച്ച് ഇങ്ങനെ നന്നായി കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ കഴിക്കുന്ന മച്ചാന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. സൂപ്പർ എന്നാണ് മച്ചാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.